ഹോർമൂസിലെ അടിയും തിരിച്ചടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തെ ഇസ്രായേലിന്റെ മാപ്പ് മാറ്റി വരച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരു സ്ഥലത്ത്. അവര് പണ്ടേ ഇറക്കിയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇവരുടെ ഈ യെല്ലോ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. അതായത് ഒരു ബഫർ സോൺ ആയിട്ട് ഇവർ യെല്ലോ ലൈൻ എന്ന് പറയുന്ന ഒരു സാധനം വരയ്ക്കുകയും പതുക്കെ പതുക്കെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മുൾവേലി ഉണ്ടായിരുന്ന സമയത്ത് ചില ആൾക്കാർ ഇങ്ങനെ അത് നിരക്കി 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 ഇങ്ങനെ നമ്മുടെ ഈ ഒരു അതിർത്തി ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമല്ലോ. അതേ പരിപാടിയാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു ടീമും ഇപ്പൊ ലെബനോനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു വീഡിയോ പുള്ളി പുറത്തു വിട്ടിട്ടുണ്ട്. എവിടെയാണ് ഈ പൈലറ്റ് സോണ്, എവിടെയാണ് ഇസ്രായേലിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് യെല്ലോ ലൈൻ വരച്ചിരിക്കുന്നത്, അവിടെ ഞങ്ങൾ നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആദ്യം. אני אראה לכם את זה על המפה. השחור זה הגבול הבינלאומי שלנו עם לבנון. הצהוב זה קו הביטחון, או יותר נכון קו אזור הביטחון, וכאן יש תוספת קטנה שעשינו בשבועות האחרונים. איפה הם אזורי הפיילוט שאנחנו מדברים עליהם? הראשון פה, לגמרי מחוץ לאזור הביטחון, והשני, תוספת שמעבר לאזור הביטחון המקורי שלנו, שצה"ל אומר שהיא לא חיונית מבחינה מבצעית, בעצם יצא משם. אלה שני אזורי הפיילוט. זאת אומרת, ישראל נשארת באזור הצהוב, הביטחון, ששומר עלינו. וזה הישג עצום. עצום. അച്ചീവ് എന്നാ പറയുന്നത്, അതൊരു ഹ്യൂജ് അച്ചീവ്മെന്റ് എന്നാ പറയുന്നത്. അതായത് ഇവർ ചെയ്തേക്കുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതിനകത്ത് ഈ മാപ്പിൽ കാണുന്ന ആ ബ്ലാക്ക് വരെയാണ് യഥാർത്ഥത്തില് ഇസ്രായേലും ലെബനോനും തമ്മിലുള്ള അതിർത്തി എന്ന് പറയുന്നത്. ആ അതിർത്തിന്ന് ഒരു 10-18 കിലോമീറ്റർ ഉള്ളോട്ട് മാറിയിട്ടാണ് ഇപ്പൊ ഇവരൊരു പുതിയ യെല്ലോ ലൈൻ വരച്ചിരിക്കുന്നത്. ആ യെല്ലോ ലൈനിലാണ് ഇപ്പോ IDF നിൽക്കുന്നതെന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ യെല്ലോ ലൈനിലൊന്നും അല്ല IDF നിൽക്കുന്നത്. IDF നിൽക്കുന്നത് ആ യെല്ലോ ലൈനിലാണ്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്കൊരു റെഡ് കളറിൽ ഇങ്ങനെ വരച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഈ പറയുന്ന ലെബനോന്റെ അംബാസഡറും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ അംബാസഡറും കൂടെ സൈൻ ചെയ്തിട്ടുള്ള പൈലറ്റ് സോൺ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ പൈലറ്റ് സോൺ ആക്ച്വലി ഇപ്പൊ ഇവര് ലെബനോന്റെ ആർമിക്ക് കൈമാറും എന്നാ പറയുന്നത്. പിന്നീട് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതിന് അവസാനം നെതന്യാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇസ്രായേലിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ യെല്ലോ ലൈൻ വെച്ചേക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇനി ഈ സെക്യൂരിറ്റി നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു യെല്ലോ ലൈൻ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു പെർമനന്റ് അതിർത്തി ആവാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, യഥാർത്ഥത്തില് ഇങ്ങനെ യെല്ലോ ലൈൻ വരയ്ക്കാനും അതേപോലെ തന്നെ ഇപ്പോ ഈ പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നതിന് ശേഷവും ഈ പറയുന്ന ലെബനോന്റെ നേർക്ക് ഒരുപാട് ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ട്. കുറെ ആൾക്കാർ കൊല്ലപ്പെടുന്നുമുണ്ട്. ഹിസ്ബുള്ള ഈ പറയുന്ന കരാറിനെ അംഗീകരിച്ചിട്ടുമില്ല. അപ്പോ ഹോർമൂസില് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഹോർമൂസില് എല്ലാവരുടെയും ശ്രദ്ധ ഹോർമൂസിലേക്ക് തിരിയുകയും ഇറാനും അമേരിക്കയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണത്തിലേക്ക് എല്ലാവരുടെ ശ്രദ്ധയും തിരിക്കുന്ന സമയത്ത് നമ്മൾ അധികം ശ്രദ്ധിക്കാണ്ട് ലോകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഇസ്രായേലിന്റെ യെല്ലോ ലൈൻ എക്സ്പാൻഷനും അതേപോലെ തന്നെ യെല്ലോ ലൈനിൽ ഇവര് ഈ പറയുന്ന രീതിയിൽ ഇവര് നിലയുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് ഗാസയില് ആക്ച്വലി ഈ യെല്ലോ ലൈൻ ഇപ്പൊ ഉണ്ട്. ഗാസയിലെ യെല്ലോ ലൈനിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യെല്ലോ ലൈനിന്റെ അടുത്തേക്ക് ആരെങ്കിലും വരികയോ, അതായത് സാധാരണ മനുഷ്യന്റെ വീടും കുടിയും കൃഷിയിടങ്ങളും എല്ലാം ഉള്ള സ്ഥലത്താണ് ഇവർ ഈ പറയുന്ന യെല്ലോ ലൈൻ വരയ്ക്കുന്നത്. ഒരു ഇമാജിനറി ലൈനാണ്. അവിടെ ഈ പറയുന്ന IDFന്റെ കൺട്രോൾ ആണ് അതുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ സ്വന്തം ഭൂമിയിലേക്ക് ആരെങ്കിലും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അത് ട്രസ്പാസിംഗ് ആയിട്ട് ഇവർ കണക്കാക്കുകയും ചെയ്യും, ഇവർ അവരെ വെടിവെച്ച് തീരുമാനാക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇതൊരു എന്താ പറയാ, ലോകത്ത് ഇത്രയും മനുഷ്യത്വമില്ലാതെ പെരുമാറുന്ന ഒരു വിഭാഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവന്മാരാണ്. ഇവന്മാരെന്ന് പറഞ്ഞാൽ നെതന്യാഹുവും ബെൻഗവീറിന്റെ ടീമാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഹോർമൂസിൽ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഇസ്രായേലിന്റെ ഭൂപടം മാറ്റി വരച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും ലോകത്തിലെ അധികം ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല, അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ ഇവര് തമ്മിൽ കരാറിലെത്തി, ഇവരുടെ 2 അംബാസഡർമാർ ഈ US വെച്ചിട്ട് കരാറിലെത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ തീരുമാനമാക്കിയിട്ടുണ്ട് പറയെങ്കിൽ കൂടെ ഇസ്രായേൽ സൈന്യം IDF ഇസ്രായേലിന്റെ അതിർത്തിയിലോട്ട് പിൻവാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അത് പിൻവാങ്ങുന്നില്ല. 2000 ശേഷമാണ് ലെബനോനിന്ന് ആക്ച്വലി ഈ പറയുന്ന ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്നത്. പക്ഷെ 2000 മുന്നേ എന്തായിരുന്നോ ലെബനോന്റെ സ്ഥിതി,
2000-ന് മുന്നേ എന്താണോ ലെബനോൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ആഗ്രഹിച്ചത് ആ പരിപാടി അവരിപ്പൊ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലൂടെ കാണണ്ടേ. അപ്പോ ഈ ഒരു എൽ എ ലൈൻ പിന്നെ ഞങ്ങൾക്ക് സെക്യൂരിറ്റി പോരാ എന്ന് പറഞ്ഞ് എക്സ്പാൻഡ് ചെയ്തിട്ട് എന്താവും? ഗാസ പോലെ തന്നെ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് പോലെ തന്നെ അത് പിന്നീട് ഇസ്രായേലിന്റെ ഒരു ഭാഗമായിട്ട് മാറും. ഒരു എന്താ പറയാ ഒരു ഗ്രേറ്റർ ഇസ്രായേലിന്റെ അടുത്ത ഒരു സ്വപ്നം അച്ചീവ് ചെയ്ത പോലെ കാര്യങ്ങൾ മാറും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ലെബനോൻ എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് ആഞ്ഞു വലിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ മൂക്കിൽ കയറാൻ മാത്രമുള്ള ശക്തി അതിനുള്ളൂ. അത്ര വലിയ മിലിറ്ററി പവർ ഒന്നും അല്ല. ലോകത്തിന് അതിന് വലിയ രീതിയിലുള്ള അലൈസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇല്ലാത്തൊരു രാജ്യമാണ് അത്. പക്ഷെ ഇന്റർനാഷണൽ പ്രഷർ ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ ഇസ്രായേൽ ഇതിനെ അംഗീകരിച്ച് തന്നെ നിൽക്കുന്നത് എന്ന് മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്നേ അധിനിവേശം ചെയ്തേനെ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്താമിർ ബെൻഗവീറും അതേപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള ടീമുകള് യഥാർത്ഥത്തില് ലെബനോന്റെ മേർക്കുള്ള അറ്റാക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആൾക്കാർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വീടുകളിൽ നിന്നും താമസ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്താക്കിയിട്ടുണ്ട്. അതായത് യെല്ലോ ലൈൻ ഇവർ വെക്കുന്ന സമയത്ത് അവിടെ ആ യെല്ലോ ലൈനിന്റെ അകത്ത് സാധാരണക്കാരായിട്ട് ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അതില്ല. അവിടെ ഇസ്രായേൽ IDFന്റെ കൺട്രോളിലാണ് ആ സ്ഥലം എന്ന് വരികയും അതിന്റെ ഇടയ്ക്ക് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇല്ലതാനും. ഒഴിപ്പിച്ച് അവിടുന്ന് ആൾക്കാരെ മാറ്റിയിട്ടാണ് ഇവർ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ന്യൂസില് ഹിസ്ബുള്ളയുടെ ചില അണ്ടർഗ്രൗണ്ട് സ്ഥലങ്ങളിൽ ഇവര് ബോംബ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നശിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് IDFന്റെ ഭാഗത്തു നിന്നുള്ള വീഡിയോസ് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെയൊക്കെ ഒരു പ്രശ്നം, അന്ന് ട്രംപും JD വാൻസും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഹിസ്ബുള്ള ടീമുകൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര കാലം ഈ ആളുകൾ ജീവിക്കുന്ന അപ്പാർട്ട്മെന്റിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ബോംബിടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അന്ന് അങ്ങനെ ഒരു കാര്യം ഈ പറയുന്ന ട്രംപും അതേപോലെ തന്നെ JD വാൻസും പറഞ്ഞ സമയത്ത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കാര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അന്ന് IDF പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട്. അതായത് ഹിസ്ബുള്ള എവിടേക്കാണ് ഇവരുടെ ആയുധങ്ങൾ ഇവർ സൂക്ഷിച്ചു വെക്കുന്നത് എന്നുള്ളത്. കടകളുടെ താഴെയാണ് എന്ന് ഇവർ പറയുന്നുണ്ട്, അപ്പാർട്ട്മെന്റുകളുടെ താഴെയാണെന്ന് പറയുന്നുണ്ട്, ഹോസ്പിറ്റലുകളുടെ താഴെയാണെന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. അപ്പൊ ഇവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ജനീവ കൺവെൻഷനില് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെല്ലാം അറ്റാക്ക് ചെയ്യാൻ പാടില്ല, സിവിലിയൻ കേന്ദ്രങ്ങളായിട്ട് കണക്കാക്കണമെന്ന് അതിൽ പറയുന്ന ആ ലൂഫോൾസ് ഉപയോഗിച്ചിട്ട് അതിന്റെ അടിയിലാണ് ഇവന്മാരുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോയി ആക്രമിച്ചേ പറ്റൂ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. പക്ഷെ അതല്ല സംഗതി. യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് സൈക്കോളജിക്കലി ശത്രുവിനെ തളർത്താൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലുകളും കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളുടെ ലോകത്തുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ ഹോർമൂസ് അടക്കുമോ തുറക്കുമോ, ഹോർമൂസില് അമേരിക്ക എത്ര മിസൈൽ അങ്ങോട്ടിട്ടു, ഇറാൻ എത്രണ്ണം ഇങ്ങോട്ടിട്ടു, എന്തൊക്കെയായി ചർച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹുവും ഇത്താമിർ ബെൻഗവീർ അടക്കമുള്ള ടീമുകൾ ഇസ്രായേലിന്റെ ഭൂപടം മാറ്റി വരച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആളുകൾ അധികം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത് എന്നുള്ളതാണ്.